നമസ്കാരം. മൊറോക്കോയുടെ ഈ ലോകകപ്പ് യാത്ര ഇവിടെ അവസാനിച്ചു. ഫ്രാൻസിനോട് ക്വാർട്ടറിൽ 2 ഗോളിന് തോറ്റ് അവർ പുറത്തായി. പക്ഷേ ഈ മത്സരം വെറുമൊരു തോൽവിയുടെ കഥയല്ല പറയുന്നത്. അവസാന നിമിഷം വരെ പൊരുതാൻ ഇറങ്ങിത്തിരിച്ച ഒരു ആഫ്രിക്കൻ ടീമിൻ്റെ ആത്മവിശ്വാസത്തിൻ്റെ കഥ കൂടിയാണ്. ഈ ലോകകപ്പിലെ ഏറ്റവും ഗംഭീരമായി കളിച്ചു മുന്നേറിയ ഒരു ടീമായിരുന്നു, ഒരു ആഫ്രിക്കൻ ടീം കൂടിയായിരുന്നു മൊറോക്കോ. മൊറോക്കോയുടെ മുന്നേറ്റം തുടർച്ചയായി ഞാൻ ആസ്വദിച്ചതുമാണ്. എന്നാൽ കഴിഞ്ഞ തവണ സെമി ഫൈനലിൽ ലൂസേഴ്സായി 4ാം സ്ഥാനത്ത് അവസാനിച്ച അവരുടെ യാത്രയാണ് ഇത്തവണ. അന്ന് ക്രൊയേഷ്യയോട് ലൂസേഴ്സ് ഫൈനലിലാണ് തോറ്റത്, 4ാം സ്ഥാനത്ത്. ഇത്തവണ ഫൈനലിൽ എത്തിക്കാനുള്ള മൊറോക്കോയുടെ തന്ത്രങ്ങൾ തുടക്കം മുതൽ അവർ ആവിഷ്കരിച്ച് നടപ്പാക്കുകയായിരുന്നു. എന്നാൽ ഫ്രാൻസിനോട് ക്വാർട്ടറിൽ പിഴച്ച് മൊറോക്കോ വീണു. സായ്ബറിയുടെ അഭാവത്തിൽ പ്രതിരോധ മതിൽ തീർത്ത് തികച്ചും ഇതുവരെയുള്ളതിൽ നിന്നും വ്യത്യസ്തമായ തന്ത്രവുമായി ക്വാർട്ടറിൽ ഇറങ്ങിയ മൊറോക്കോയ്ക്ക് ഇതുവരെ കളിച്ച ടീമിൻ്റെ അത്രയും എത്താൻ കഴിഞ്ഞില്ല. ഒരർത്ഥത്തിൽ നിഴൽ മാത്രമായി ഒതുങ്ങി. ഗോൾ കീപ്പർ ബോനുവിൻ്റെ പ്രതിരോധത്താൽ 2 ഗോളുകൾ മാത്രമാണ് വീണതെങ്കിലും മൊറോക്കോയുടെ കുതിപ്പിന് അന്ത്യം കുറിക്കുന്ന വമ്പൻ ഫുട്ബോളാണ് ഫ്രാൻസ് കാഴ്ചവെച്ചത്. ഫ്രാൻസിൻ്റെ ഈ ലോകകപ്പിലെ അതിശയിപ്പിക്കുന്ന കുതിപ്പിനിടെ മൊറോക്കോയുടെ തുടർച്ചയായ 35 മത്സരങ്ങളുടെ അപരാജിത കുതിപ്പിന് ക്വാർട്ടറിൽ അന്ത്യവുമായി. കളിയുടെ വിശദാംശങ്ങൾ നോക്കാനുള്ള വീഡിയോ ആണ്. എല്ലാവർക്കും സ്വാഗതം. മൊറോക്കോയുടെ ഗോൾ കീപ്പറുടെ അത്ഭുത സേവുകൾ കൊണ്ട് അതിശയിപ്പിച്ച കളിയായിരുന്നു ഇത്. ഫ്രാൻസിൻ്റെ വമ്പൻ അടികൾ ഒന്നിലധികം തവണ മൊറോക്കോയെ വീഴ്ത്താനായി എത്തിയെങ്കിലും യാസിൻ ബോണോവിന് സംഭവിച്ച 2 പിഴവുകൾ ഒഴികെ ബാക്കിയെല്ലാം ഗംഭീരമായിരുന്നു. പക്ഷേ ആ 2 പിഴവുകൾ കറക്റ്റായി ഗോളാക്കി മാറ്റി ഫ്രാൻസ്. മൊറോക്കോയുടേത് പ്രതിരോധത്തിലൂന്നിയ തന്ത്രമായിരുന്നു. സമഗ്രതയിൽ പ്രതിരോധവുമായിട്ടാണ് അവർ ഇറങ്ങിയത്. ഫ്രാൻസ് പതിവ് പോലെ ആക്രമണാത്മകമായി ജയിക്കാൻ വേണ്ടി കളം നിറഞ്ഞു കളിച്ചു. എങ്കിലും മൊറോക്കോയുടെ പ്രതിരോധത്തിനിടെ എംബാപ്പയ്ക്കും കൂട്ടർക്കും പലപ്പോഴും പിഴച്ചു, പ്രത്യേകിച്ചും ആദ്യ പകുതിയിൽ. എന്നാൽ അടങ്ങാതെ നിരന്തരം ആക്രമണം ഫ്രാൻസ് അഴിച്ചുവിട്ടു. പതിവ് പോലെ മൊറോക്കോ ആക്രമണ ശൈലിയിൽ കളിക്കാത്ത ആദ്യ പകുതി അല്ലെങ്കിൽ വിരസമാകുമായിരുന്നു ഫ്രാൻസിൻ്റെ ഈ ആക്രമണം കൂടിയില്ലെങ്കിൽ. എന്നാൽ ഫ്രാൻസ് 4ാം മിനിറ്റിൽ തന്നെ ഉപമാനാക്കെ വഴി ഒരു ഗംഭീര ഷോട്ട് ഗോളാക്കാനുള്ള ശ്രമത്തിൽ എത്തിച്ചു. എന്നാൽ അതിനും അപ്പുറത്തെ കളി തിരിച്ചു കളിച്ച് മൊറോക്കോയുടെ ഗോൾ കീപ്പർ യാസിൻ ബോണോ അത് തട്ടിയകറ്റി. എന്നാൽ 25ാം മിനിറ്റിൽ എംബാപ്പയുടെ മറ്റൊരു ശ്രമം തടയുന്നതിനിടെ ഒരു ഫൗൾ സംഭവിച്ചു. അതോടെ ഫ്രാൻസിന് പെനാൽറ്റി. ഫ്രാൻസ് ജയിക്കാനുള്ള ആദ്യ പടി എത്തി എന്ന് തോന്നിപ്പിച്ച നിമിഷം മൊറോക്കോ ഒരു ഘട്ടത്തിൽ തളർന്നുപോയി. ഒരു പെനാൽറ്റി അവർക്ക് ഫ്രാൻസിന് ലഭിച്ചിരിക്കുന്നു. പക്ഷേ മൊറോക്കോ വീണു എന്നുറപ്പിച്ച അവിടെ നിന്ന് അവർ ഉയർത്തെഴുന്നേറ്റു. കിക്കെടുക്കാൻ എത്തിയ എംബാപ്പയുടെ വരവ് തന്നെ നമുക്കറിയാലോ, മൂപ്പരത് ഗോളാക്കും ഉറപ്പല്ലേ. എന്നാൽ എംബാപ്പയുടെ ദുർബലമായ ഷോട്ട് ഈസിയായി ബോനോ പിടിച്ചു. പിന്നാലെ 35ാം മിനിറ്റിൽ ദുബൈയുടെ ഗോളെന്നുറപ്പിച്ച ഒരു ഷോട്ടും ബോണോ പ്രതിരോധിച്ചു. ലൂക്കാസ് ഡിഗ്നയുടെ ഒരു ലോങ് റേഞ്ച് ഷോട്ടിൽ ബാറിൽ തട്ടിത്തെറിച്ച കാഴ്ചയും ഫ്രാൻസിന് വേദനയുണ്ടാക്കുന്നതായിരുന്നു. ഗോളായില്ല. ഗോളിയുടെ പ്രതിരോധത്തിൽ മൊറോക്കോ തോൽക്കാതെ പിടിച്ചു നിന്നെങ്കിലും ആദ്യ പകുതി പൂർണ്ണമായും നിയന്ത്രിച്ചത് ഫ്രാൻസ് ആയിരുന്നു. ഗോള് ആയില്ല എങ്കിലും, ഗോൾ വീണില്ലെങ്കിലും ഫ്രാൻസിൻ്റെ ആക്രമണത്തിൽ മൊറോക്കോ വിറച്ചുപോയി. ആദ്യ പകുതിയിൽ പ്രതിരോധ കോട്ട ഉലഞ്ഞു പലപ്പോഴും, പക്ഷേ ഗോളി രക്ഷകനായി. മൊറോക്കോ സംഘത്തിൽ ഇസ്മായിൽ സബാരിയുടെ അഭാവം പ്രകടമായി തന്നെ നിഴലിച്ചു. അതിനെ മറികടക്കാൻ പ്രതിരോധ തന്ത്രം സ്വീകരിച്ചാണ് മൊറോക്കോ ആദ്യ പകുതിയിലുടനീളം കളിച്ചത്. എംബാപ്പയും ഡംബാലയും ഒലീസയും ഡുവയും എല്ലാം തുടർച്ചയായി ആക്രമണം അഴിച്ചുവിട്ടു. എങ്കിലും മൊറോക്കോ ഉറച്ചു നിന്ന് പ്രതിരോധിച്ചു. പലപ്പോഴും പ്രതിരോധ കോട്ട പൊളിച്ചു. എങ്കിലും അപ്പുറത്ത് യാസിൻ ബോനു എന്ന വലിയ ഗോൾ കീപ്പർ മറ്റൊരു മതിലായി നിലകൊണ്ടു. ഗോൾ കീപ്പറുടെ രക്ഷയിലാണ് മൊറോക്കോ പിടിച്ചു നിന്നത്. എന്നാൽ ഇത് എത്ര നേരം മുന്നോട്ട് പോകുമെന്ന തിരിച്ചറിവോടെയാണ് 2ാം പകുതിയിൽ മൊറോക്കോ എത്തിയത്. തുടക്കത്തിൽ അവർ ആക്രമണ ശ്രമമൊക്കെ നടത്തി. ജയിക്കണമല്ലോ, ഇങ്ങനെ അങ്ങ് പോയാൽ പറ്റില്ലല്ലോ. എന്നാൽ ഫ്രാൻസ് വകവെച്ചില്ല. അവർക്ക് ഒരു തരത്തിലും ഈ ടൂർണമെൻറ്റിൽ ഉടനീളം ഫ്രാൻസ് മുന്നോട്ട് വന്നത് അവരിങ്ങനെ പ്രതിരോധിച്ച് തട്ടിമുട്ടി കളി ജയിക്കാൻ വന്ന ടീമല്ല. അവർ ആക്രമിച്ച് കളിച്ച് ഗോളടിച്ച് ജയിക്കാൻ വന്ന ടീമാണ്. ഇത്തവണയും അവർ നിരന്തരം തിരിച്ചാക്രമണം നടത്തി. മൊറോക്കോ എന്ത് ചെയ്യുന്നു? പ്രതിരോധിക്കുന്നു. അതൊന്നും ഞങ്ങൾക്ക് വിഷയമല്ല എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ സമീപനം. അങ്ങനെ 60ാം മിനിറ്റിൽ എംബാപ്പെ മൊറോക്കോയുടെ പ്രതിരോധ മതിൽ തകർത്തൊരു ഉഗ്രൻ ഗോൾ നേടി. തൊട്ടു പിന്നാലെ 6 മിനിറ്റിനുള്ളിൽ അടുത്ത ഗോൾ. അത് ഡംബാലെ വക. ഈ ലോകകപ്പിൽ ഡംബാലയുടെ 5ാം ഗോൾ. എന്നാൽ എംബാപ്പെ ഗോൾഡൻ ബൂട്ടിനായുള്ള മത്സരത്തിൽ വീണ്ടും മെസ്സിക്കൊപ്പം എത്തി 8ാമത്തെ ഗോൾ നേടി. അതേസമയം ലോകകപ്പിൽ ആകെ നേടിയ ഗോളുകളുടെ കാര്യത്തിൽ മെസ്സിക്ക് തൊട്ടു പിന്നിൽ 20 ഗോളുമായി എംബാപ്പെ എത്തി. മെസ്സിക്ക് 21 ഗോളാണുള്ളത്. എംബാപ്പയുടെ കുതിപ്പിന് തടയിടാൻ ആർക്കും കഴിയില്ല എന്ന് തെളിയിക്കുന്ന മുന്നേറ്റമാണ് ഫ്രാൻസ് നടത്തുന്നത്. ഫ്രാൻസ് ടീം ഒന്നാകെ ആ മുന്നേറ്റത്തിനൊപ്പം അണിനിരക്കുകയാണ്. ഒരുപക്ഷെ ഈ ലോകകപ്പിൽ അത്ഭുത ടീമായി ഫ്രാൻസ് മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഉറപ്പിച്ച് പറയാവുന്ന സാഹചര്യം ഈ ക്വാർട്ടർ ഫൈനലിൽ കൂടി കഴിഞ്ഞതോടെ ആയി എന്ന് വേണം പറയാം. എന്തായാലും ഈ കളിയുടെ ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും എതിർ ടീം എന്ത് ചെയ്യുന്നു എന്നുള്ളത് ഫ്രാൻസിനൊരു വിഷയമല്ല. അവരങ്ങ് അറ്റാക്ക് ചെയ്ത് കളിക്കും, ജയിക്കാൻ വേണ്ടി കളിക്കും. അത്തരം
ഒരു സമീപനമാണ് അവർ സ്വീകരിക്കുന്നത്. ഇത്തവണയും ഈ ക്വാർട്ടർ ഫൈനലിലും അവർക്ക് മറ്റൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല, അങ്ങോട്ട് അടിക്കുക, ജയിക്കുക. അവർക്ക് അടിക്കാൻ കഴിയും, ജയിക്കാൻ കഴിയുമെന്ന ആത്മവിശ്വാസം തുടക്കം മുതലേ ഉണ്ട്. അതിനുള്ള അനുസരിച്ചുള്ള കളിയാണ് അവർ കാഴ്ചവെക്കുക. നമുക്ക് ടീം സ്റ്റാറ്റസ് നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഫ്രാൻസ് കളിക്കുന്നത്. ഫ്രാൻസിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം അവിടെ നമുക്ക് കാണാൻ കഴിയും. ഞാനത് ടീം സ്റ്റാറ്റസ് നമുക്ക് വായിക്കാം. ടീം സ്റ്റാറ്റസിൽ ഷോട്ട്സിൽ നിന്ന് തുടങ്ങുമ്പോൾ ഫ്രാൻസ് കളിച്ച കളി എന്താണെന്ന് മനസ്സിലാവാൻ ആ ഒറ്റ കണക്ക് മതി. 22 ഷോട്ട് ഫ്രാൻസ് എടുത്തു, 5 എണ്ണം മാത്രമാണ് മൊറോക്കോയ്ക്ക് കിട്ടിയത്. അതായത് 22 ഷോട്ട് കളിക്കുക എന്ന് പറഞ്ഞാൽ അതിൽ 2 എണ്ണമാണ് ഗോളായത്. അപ്പോൾ എമ്മാതിരി അടിയാണ് അവർ തുടക്കം മുതൽ അവസാനം വരെ അടിച്ചതെന്ന് നോക്കിയാൽ മതി. ഇനി ടാർഗറ്റിലേക്ക് പോയ ഷോട്ട് 9 എണ്ണമാണ് ഫ്രാൻസിൻ്റേത്, 1 മൊറോക്കോയുടേത്. പൊസഷനിൽ മൊറോക്കോയ്ക്ക് മുന്നേറ്റമുണ്ട്, അവരാണ് മുന്നിൽ, 52%. ഫ്രാൻസ് 48% മാത്രമേ ഉള്ളൂ. പാസുകളിലും 498 പാസുകളാണ് മൊറോക്കോയുടേത്, അതിലും അവർക്ക് ആധിപത്യമുണ്ട്. 476 പാസ് മാത്രമാണ് ഫ്രാൻസിൻ്റേത്. പാസ് അക്യുറസിയിൽ ഫ്രാൻസാണ് മുന്നിൽ, 92%. 88% മൊറോക്കോയ്ക്കുള്ളത്. ഫൗൾസ് 10 ഫൗൾസാണ് ഫ്രാൻസ്, 12 ഫൗൾസാണ് മൊറോക്കോ. യെല്ലോ കാർഡ് 1 മാത്രമാണ്, അത് മൊറോക്കോയ്ക്കാണ്. അതേസമയം കോർണേഴ്സ് 5 ഫ്രാൻസിനും 5 മൊറോക്കോയ്ക്കുമാണ്. സമഗ്രതയിൽ നോക്കുമ്പോൾ കളിയുടെ ആധിപത്യം ഫ്രാൻസിൻ്റെ കയ്യിൽ എങ്ങനെ ഭദ്രമായി നിന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ടീം സ്റ്റാറ്റസ്. അതായത് ബോൾ കയ്യിൽ കിട്ടിയാൽ അടിക്കാൻ പോവുക എന്നുള്ളതാണ് ഫ്രാൻസിൻ്റെ പരിപാടി. അത് എംബാപ്പയും ഡംബാലയും ദുവയും എല്ലാം അതിനുവേണ്ടി ഇറങ്ങിത്തിരിച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ടീം സ്റ്റാറ്റസ് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നത് 22 ഷോട്ടും 5 ഷോട്ടും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാവും. അതോടെ ടാർഗറ്റിലേക്ക് 9-1 എന്ന വ്യത്യാസം മനസ്സിലാവും. അതേസമയം മൊറോക്കോയുടെ പ്രതിരോധ മികവ് ഒരുപക്ഷെ ഒരു പരിധിവരെ ഈ ടീം സ്റ്റാറ്റസിലും വ്യക്തമാണ്. കാരണം പൊസഷനിലും പാസിലും അവർക്കുള്ള മേധാവിത്വം അതാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഒരു പ്രധാന കാര്യം, ലോകകപ്പിലോ ഫുട്ബോളിലാകെ തന്നെയോ നമുക്ക് പറയാവുന്ന ഒരു കാര്യമുണ്ട്, ഈ കളി ഗോൾ അടിക്കുന്നവരുടേതാണ്. നമ്മൾ എന്തുമാത്രം പ്രതിരോധിച്ച് അവസാന നിമിഷം വരെ എത്രയോ മണിക്കൂറുകൾ നിന്നാലും ഏറ്റവും ഒടുവിൽ ആര് ഗോളടിക്കുന്നു, ആരാണ് കൂടുതൽ ഗോളടിക്കുന്നത്, അവരാണ് വിജയിക്കുക എന്നുള്ളൊരു കാര്യമാണ് ഫുട്ബോൾ എന്ന് പറയുന്നത്. ഇത്തവണ മൊറോക്കോയുടെ കാര്യത്തിലും സംഭവിച്ചത്, അവർ പ്രതിരോധത്തിലൂന്നി കളിച്ചു. ഇതുവരെ അവർ എടുത്തിരുന്ന ശൈലിയിൽ നിന്ന് വ്യത്യസ്തമായി എന്ന് പറയാവുന്ന രീതിയിലുള്ളൊരു സമീപനം ഈ ക്വാർട്ടർ ഫൈനലിൽ അവർ കാണിച്ചു എന്നുള്ളതാണ്. എന്തു പറഞ്ഞാലും മൊറോക്കോയുടെ ഇതുവരെയുള്ള കളിയുടെ മികവ് ഈ ഒറ്റക്കളി കൊണ്ട് അവസാനിക്കുന്നില്ല. അവർ തോറ്റു പുറത്തായെങ്കിലും ഇതുവരെയുള്ള ഈ ലോകകപ്പിൽ ഗംഭീരമായി നമ്മളെ കളി ആസ്വദിപ്പിച്ചൊരു സംഘം എന്നുള്ള നിലയിൽ മൊറോക്കോയുടെ മുൻ കളികളിലെ നിമിഷങ്ങൾ നമുക്ക് മറക്കാനും കഴിയില്ല. ഇത്തവണത്തെ ക്വാർട്ടറിൽ ഒരുപക്ഷെ ഇസ്മായിൽ സായിബറിയുടെ അഭാവം അവരെ ബാധിച്ചിട്ടുണ്ടാവാം, മറ്റ് പലതരത്തിലുള്ള കളി ശൈലിയുടെ വ്യത്യാസം ബാധിച്ചിട്ടുണ്ടാവും. മുന്നോട്ട് പോക്കിൽ അവർക്ക് നിശ്ചയദാർഢ്യമുണ്ടായിരുന്നു. കഴിഞ്ഞ തവണ സെമിയിലെത്തിയ ടീം എന്നുള്ള നിലയിൽ അവർക്ക് ഫൈനലിലേക്ക് ഒരു ലക്ഷ്യബോധവും ഉണ്ടായിരുന്നു. പക്ഷേ അത് ക്വാർട്ടറിൽ ഫ്രാൻസിനോട് നേരിട്ട് പരാജയപ്പെട്ട് പുറത്താകുന്നുണ്ട്. ഇനിയുള്ള കളികളിൽ അവർക്ക്, ഇനിയുള്ള വേൾഡ് കപ്പുകളിൽ അവർക്കുള്ള സാധ്യത പ്രഖ്യാപിക്കുന്നൊരു മത്സരം, ടൂർണമെൻറ്റ് കൂടിയായി ഈ ലോകകപ്പിനെ മൊറോക്കോ മാറ്റി എന്നുള്ളതാണ്. അവരുടെ മുന്നേറ്റത്തിൽ ഏറ്റവും പ്രധാനം അപരാജിതമായ കുതിപ്പ് തന്നെയാണ്. അവർക്ക് തോൽക്കാൻ മനസ്സിലാത്തൊരു സംഘമാണ് ഒപ്പമുള്ളത്. അതോടൊപ്പം തന്നെ ലക്ഷ്യബോധവും ഉണ്ട് എന്നുള്ളത് മൊറോക്കോയുടെ ഇതുവരെയുള്ള കളികളിൽ നിന്ന് വ്യക്തമാണ്. ഇന്നത്തെ കളിയുടെ തുടർച്ചയായിട്ട് അവർ പുറത്തേക്ക് പോകുമ്പോൾ ആ കളി അവശേഷിപ്പിച്ച് വയ്ക്കുന്ന ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഉണ്ട് താനും. ലോകകപ്പിൽ തുടർച്ചയായ 3-ാം തവണ സെമിയിലെത്തുന്ന ഫ്രാൻസിന് മറ്റൊരു യാദൃച്ഛികത കൂടി ഇത്തവണ ഉണ്ടായി. കഴിഞ്ഞ തവണ സെമിയിൽ അവർ ഏറ്റുമുട്ടിയ എതിരാളിയാണ് ഇത്തവണ ക്വാർട്ടറിൽ കിട്ടിയത്, മൊറോക്കോയെ. കഴിഞ്ഞ തവണ സെമി ഫൈനൽ മൊറോക്കോയെ നേരിട്ട് ഇതേ സ്കോറിന് 2 ഗോളിനാണ് ഫ്രാൻസ് പരാജയപ്പെടുത്തിയത്. ഇത്തവണ അതിനു മുമ്പ് ക്വാർട്ടർ ഫൈനലിൽ ഗംഭീരമായി കളിച്ച മൊറോക്കോ ഇത്തവണ സെമി കാണാതെ ക്വാർട്ടർ ഫൈനലിൽ പുറത്തായി. ഫ്രാൻസ് അതിന് കാരണവുമായി. എംബാപ്പയുടെയും ഡംബാലയുടെയും സംഘത്തിൻ്റെ ഒരുമയോടെയുള്ള കുതിപ്പ് ഏതറ്റം വരെ പോകും എന്ന് പ്രഖ്യാപിക്കുന്നൊരു മത്സരം കൂടിയാണ് ഇപ്പോൾ അവസാനിച്ചത്. ഒന്നും വകവെക്കാതെയുള്ള ആത്മവിശ്വാസത്തോടെയുള്ള കുതിപ്പാണ് ഫ്രാൻസിൻ്റെത്. നിലവിൽ ഒരു ടീമും പയറ്റിയ തന്ത്രങ്ങൾ അവരുടെ അടുത്ത് ചെലവാകില്ലെന്ന് ഈ മത്സരവും തെളിയിച്ചു. എതിരാളി എന്ത് കാണിച്ചാലും അവർ പകച്ചു പോകില്ല. അവർ ജയിക്കാൻ വേണ്ടി വരുന്ന ടീമായി നിൽക്കുകയാണ്. ആദ്യമൊക്കെ ചിലപ്പോൾ അവരുടെ ശ്രമങ്ങൾ പാഴായേക്കും. ഇന്ന് മൊറോക്കോയുടെ ആദ്യ പകുതിയിൽ ഉണ്ടായ തിരിച്ചടി പോലെ നിരന്തരമായി ചിലപ്പോൾ പാഴായേക്കും. എന്നാൽ അതിനെയെല്ലാം മറികടന്ന് അവർ ഗോൾ നേടാൻ തീരുമാനിച്ചുറപ്പിച്ച് വന്നതുപോലെയാണ് കളിക്കുക. അതവർ നേടിയിരിക്കും എന്നതാണ് ഇതുവരെയുള്ള അനുഭവം. ടൂർണമെൻറ്റിൽ ഉടനീളം ഗംഭീരമായി കളിച്ച മൊറോക്കോയെ അവരുടെ ഇന്നത്തെ തന്ത്രങ്ങളുടെ പേരിൽ വിമർശിക്കാം എങ്കിലും ഫ്രാൻസിനോട് പിന്നെ എങ്ങനെയാണ് കളിക്കുക എന്ന ചോദ്യം അവരുടെ മുന്നിൽ ബാക്കിയാണ്. സ്പെയിൻ ബെൽജിയം പോരാട്ടത്തിലെ വിജയിയെ ഫ്രാൻസ് സെമി
സെമിയിൽ ഇനി നേരിടും. എന്തായാലും ക്വാർട്ടർ ഫൈനൽ അവസാനിക്കുമ്പോൾ മൊറോക്കോയുടെ അപരാജിത കുതിപ്പിന് കൂടിയാണ് അവസാനമായത്. ലോകകപ്പിൽ സെമിയിലെത്തിയ കഴിഞ്ഞ തവണ ആദ്യ ആഫ്രിക്കൻ ടീമായി മാറി റെക്കോർഡിട്ട അവർ ഇത്തവണ ഫൈനലിലെത്തി ചരിത്രം തിരുത്തിക്കുറിക്കാനുള്ള പോരാട്ടത്തിനാണ് ഇറങ്ങിത്തിരിച്ചത്. അത് പക്ഷേ ക്വാർട്ടറിൽ അവസാനിച്ചു. മൊറോക്കോയ്ക്ക് അവരുടെ ഗംഭീരമായ ഫുട്ബോളിന് ഇത്തവണത്തേക്ക് വിട നൽകാം. ഇനിയൊരു വമ്പൻ കുതിപ്പുമായി തിരിച്ചു വരുന്നതിനായി നമുക്ക് ഇനിയുള്ള ലോകകപ്പിലുകൾക്കായി കാത്തിരിക്കുകയും ചെയ്യാം. ഫ്രാൻസിൻ്റെ കിടിലൻ തുടർചലനങ്ങൾക്കായി നമുക്ക് കാത്തിരിക്കാം. നന്ദി, നമസ്കാരം.